ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ വന്ന് ധർമ്മനോട് കാല് പിടിക്കുമ്പോൾ അപേക്ഷിക്കട്ടോ, മോനെ നീ തിരിച്ച് വീട്ടിലേക്ക് വരണം, ഞാൻ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറയാം. പക്ഷേ ആനന്ദ് വന്ന് പറയാം, തെറ്റിദ്ധാരണയുടെ പുറത്ത് അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് വെച്ച് മാമൻ ഇങ്ങനെ ഇറങ്ങി പോകാൻ ആവശ്യമുണ്ടോ? അപ്പോൾ ധർമ്മന് ദേഷ്യം വരിക കേട്ടോ. ധർമ്മം പറയാനുണ്ട്, തെറ്റിദ്ധാരണയോ? അതെ, ഈ മനുഷ്യനെ ഞാൻ എൻ്റെ അച്ഛന് തുല്യമായിട്ടാണ് കണ്ടിരുന്നത്. ഈ നിൽക്കുന്ന സ്ത്രീയെ എൻ്റെ അമ്മയെ പോലെയും. എന്നിട്ടോ 25,000 രൂപ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മേൽ ചോദിച്ചില്ലേ നിങ്ങൾ? എടാ, അത് ഞാൻ കള്ളനാണെന്ന് അല്ലെങ്കിൽ നീ മോഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാലും അത് കാണാത്തപ്പം നിങ്ങൾ എന്നോടല്ലേ ആദ്യം ചോദിച്ചത് ആ പൈസ നീ എടുത്തോന്ന് അല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ 25,000 രൂപയുടെ ഒരു വാച്ച് വാങ്ങിക്കൊടുത്തപ്പോൾ അത് വലിയൊരു ഇതായി, നിങ്ങൾക്ക് സംശയമായി ആ പൈസ ഞാനാണ് എടുത്തത്. അത്രയ്ക്ക് പാങ്ങില്ലാത്തവനാണെന്ന് വിചാരിച്ചല്ലേ ഈ ധർമ്മൻ? എടാ മോനെ, അത് മതി, നിർത്തിക്കോ. എല്ലാവരുടെ സ്വഭാവവും എനിക്ക് മനസ്സിലായി. പട്ടിയെ പോലെ ഞാൻ ഇത്രയും നാൾ ഈ ഗോമതി സ്റ്റോറിൽ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പോഴും എനിക്ക് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് അല്ലേ എല്ലാം കൂടെ എൻ്റെ തലയിലിട്ടിട്ട് അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതി 25,000 രൂപ സ്വന്തമായിട്ട് എവിടെയോ മാറ്റി വെച്ചിട്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ വന്നത്. ഞാനങ്ങ് സമ്മതിച്ച് തരുമെന്ന് കരുതി അല്ലേ? ഈ ധർമ്മൻ അതിന് കിട്ടില്ല. ഇനി നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇനി ഗോമതി സ്റ്റോറിലേക്കും വരില്ല, നിങ്ങളെ വീട്ടിലേക്കും വരില്ല. എല്ലാ ബന്ധവും അറുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോയി വിളിക്കാൻ ഇതിനേക്കാളും തരം താഴെ നമ്മുടെ ബാലന് സാധിക്കില്ല കേട്ടോ. ഒരുപാട് നാണം കെട്ട് തിരിച്ചു പോവാണ്. അതിനിടയ്ക്ക് നമ്മുടെ അച്യുതനൊക്കെ വന്ന് പറയണം, നാണം ഇല്ലടോ നിനക്കൊക്കെ, ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ അനിയൻ വർഷങ്ങളോളം നിൻ്റെയൊക്കെ കൂടെ ഇവിടെ ജീവിച്ചിട്ടും നീ അവസാനം കള്ളനാക്കി ഇറക്കി വിട്ടില്ലടാന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പറയാട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട്, ബാലന് മാപ്പ് കൊടുക്കണം, ബാലൻ ചെയ്തത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ. ഇല്ല, എൻ്റെ മോനെ കള്ളനാക്കിയ ബാലന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് അവരും പറയാട്ടോ. അതോടുകൂടി ആലോക് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയാം, അതെ, എൻ്റെ മാമനെ കള്ളനാക്കിയ ഈ ഗോമതീശ്വർ ബാലനെ ഞാൻ വെറുതെ വിടുന്നു ആരും വിചാരിക്കണ്ട. ശരി അനു, നീയും വിചാരിക്കണ്ടടി എന്നും പറഞ്ഞു അനുവിൻ്റെ നേർക്കങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. ഓരോരുത്തരും പറയാം. അത് കഴിഞ്ഞ് അച്യുതൻ പറയാനുണ്ട്, എൻ്റെ അനിയനെ കള്ളനാക്കിയല്ലേ, കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല, കിട്ടിയ അവസരം പാഴാക്കില്ല കേട്ടോ. എല്ലാവരും ശരിക്കും അങ്ങോട്ട് ബാലൻ്റെ മുന്നിലും ഗോമതിയുടെ മുന്നിലൊക്കെ അങ്ങ് ഷോ ചെയ്യാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ധർമ്മൻ ഒന്ന് എല്ലാവരെയും നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകട്ടെ. എപ്പിസോഡിൽ നാളെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്